മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് ലോകോത്തര നിലവാരത്തിലുള്ള 2 അമേരിക്കൻ മാധ്യമങ്ങൾ ഫ്രണ്ട് പേജിൽ ഫുൾ പേജ് വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് അല്ലേ? അതും അമേരിക്കയിലെ എന്നല്ല, ലോകത്തെ തന്നെ ഏറ്റവും മുന്തിയ മാധ്യമങ്ങളായ വാഷിംഗ്ടൺ പോസ്റ്റിലും വാൾസ്ട്രീറ്റ് ജേർണലിലുമാണ് ഈ ഫുൾ പേജ് വാർത്ത വന്നത് എന്ന് പറയുമ്പോൾ മോദിക്ക് അമേരിക്കയിലും ലോകത്തിലും എത്ര വലിയ വിലയാണ് എന്ന് വ്യക്തമാകുമല്ലോ. ഒറ്റ കാര്യം ശരിയായിരിക്കണം, ഇത് വാർത്ത തന്നെ ആയിരിക്കണം. ഇങ്ങനെ ഇവർ വാർത്ത കൊടുത്തോ? ഇവർ കൊടുത്തെങ്കിൽ മോദി വിശ്വഗുരു തന്നെയെന്ന് ഞാനും നിങ്ങളെല്ലാവരും തീർച്ചയായും സമ്മതിക്കണം. നിങ്ങൾക്ക് വിശ്വാസമായില്ല അല്ലേ? എന്നാൽ ഇതാ കണ്ടോളൂ. ഇത് ദ വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന 1-കിട അമേരിക്കൻ മാധ്യമത്തിൽ വന്നത്. ഇനി ഇത് ദ വാൾസ്ട്രീറ്റ് ജേർണൽ എന്ന ലോകോത്തര ഫൈനാൻഷ്യൽ മാധ്യമത്തിൽ വന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ഞാൻ ഒരുമാതിരി കളിയാക്കി ചിരിച്ചുകൊണ്ട് ഇത് പറയുന്നത് എന്ന് അല്ലേ? 2 മാധ്യമങ്ങളിൽ വന്ന ഈ സോകോൾഡ് വാർത്ത ഒരേപോലെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അപാകത ഇല്ലാതിരിക്കില്ലല്ലോ. ഒരു വ്യത്യാസവുമില്ല, ഒന്നിന്റെ കോപ്പിയാണ് മറ്റൊന്ന് എന്ന് നിസ്സംശയം പറയാം. ഇത് എക്സിൽ പങ്കുവച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫേക്ക് ന്യൂസ് പ്രചാരകനും മതസ്പർദ്ധ പ്രചരിപ്പിക്കുന്നവനും മതന്യൂനപക്ഷങ്ങൾക്ക് എതിരെ നിരന്തരം വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നവനും ആയ ജയ്പൂർ ഡയലോഗ്സ് എന്ന മാരക സംഖ്യ എഴുതിയിരിക്കുന്നത് കോൺഗ്രസുകാരൊക്കെ എവിടെ പോയി എന്നാണ്. ഇതാണ് അയാളുടെ എക്സിലെ പ്രൊഫൈൽ. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ തികഞ്ഞ വിശ്വസംഖ്യയാണെന്ന്. അയാൾക്ക് 4.25 ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ് എക്സിൽ ഉള്ളത്. ഇനി നമുക്ക് ഇത് ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. ഇവിടെ സർക്കിൾ ചെയ്തിരിക്കുന്ന ഭാഗം കണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? പെയ്ഡ് അഡ്വർടൈസ്മെന്റ് എന്ന്, പണം മുടക്കി കൊടുത്ത പരസ്യം എന്ന് ചുരുക്കം. അതായത് ഇത് വാർത്തയല്ല, മറിച്ച് അമേരിക്കയിലെ ഗുജ്ജുകൾ പണം പിരിച്ചു കൊടുത്ത പരസ്യമാണ്. ഇതിന്റെ അടിയിൽ സർക്കിൾ ചെയ്തിരിക്കുന്നത് കണ്ടോ? പെയ്ഡ് ഫോർ ബൈ US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറം. അവരുടെ വെബ്സൈറ്റിന്റെ അഡ്രസ്സും കൊടുത്തിരിക്കുന്നു, www.usispf.org. 2 വലിയ രാജ്യങ്ങൾ, ഒരു തകർക്കാനാവാത്ത ബന്ധം. അതുപോലെ സംഘഗുജുക്കൾ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്നും പണവും പിരിച്ചാണ് അവർ വലിയ ചെലവിൽ ഈ പരസ്യം കൊടുത്തിരിക്കുന്നത്. ആ സ്പോൺസർ ചെയ്ത കമ്പനികളുടെ പേര് അടിയിൽ കൊടുത്തിട്ടുണ്ട്. HCL ടെക്, IBM, റൂബ്രിക്സ്, മാസ്റ്റർ കാർഡ്, മെർക്ക്, മോദ്വാനി ജഡേജ തുടങ്ങിയ കുറെ കമ്പനികളും. ഈ USISPF എന്ന സംഘടനയുടെ മേധാവികളാണ് ഇവർ. ഡോക്ടർ മുകേഷ് അഘി പ്രസിഡന്റും സിഇഒയും, ഗൗരവ് വർമ്മ COO. ഇവർ പണം മുടക്കി പിരിച്ചു കൊടുത്ത ഈ നാണംകെട്ട പരസ്യമാണ് അമേരിക്കൻ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്നും പറഞ്ഞ് ഇന്ത്യയിലെ വിവേകമില്ലാത്ത സംഘിക്കുഞ്ഞുങ്ങളുടെ വാട്സാപ്പിലേക്ക് പ്രചരിപ്പിക്കുന്നത്. ഇവർക്കൊന്നും ഒരു നാണവുമില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും കഷ്ടകരമായ കാര്യം. ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അമേരിക്കയിലുണ്ട്. എന്നാൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെ മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ ആരും അവരുടെ മാതൃരാജ്യത്തു നിന്നുള്ള പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോൾ ഇതുപോലെ ഒരു പരസ്യം കൊടുത്തിട്ടില്ല. ഇത് കാണുന്ന അമേരിക്കൻ ജനത എന്തു വിചാരിക്കും എന്ന് ഓർത്തു നോക്കണം. ഇത്ര അല്പന്മാരാണല്ലോ, ഇത്ര വിവേകമില്ലാത്ത ഫേക്ക് ന്യൂസ് പ്രചാരകരാണല്ലോ ഇന്ത്യക്കാർ എല്ലാം എന്ന് അവർ വിചാരിക്കുമല്ലോ. ഇത് കണ്ടു വിശ്വസിച്ച് കോൾമയർ കൊള്ളുകയാണ് മന്ദഭക്തന്മാർ. ഇത് ദ ദേശഭക്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ ആകാശ് ബാനർജി ഈ മന്ദഭക്തന്മാരുടെ തലച്ചോറിന്റെ ഉൾവശം എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ഇത്. ഫേക്ക് ന്യൂസ്, ഫേക്ക് ഹിസ്റ്ററി, ഒരു ലോജിക്കും ഇല്ലാത്ത ആർഗ്യുമെന്റ്സ്, മതഭ്രാന്ത്, അറിവില്ലായ്മ, വിദ്വേഷം, അവരുടെ നോൺ ബയോളജിക്കൽ നേതാവിനോടുള്ള അകമഴിഞ്ഞ പ്രണയം, ഇതൊക്കെയാണ് അവരുടെ തലച്ചോറിന്റെ ഓരോ അറകളിലും ഉള്ളത്. അതിനാൽ എന്ത് കിട്ടിയാലും ഒരു സംശയവുമില്ലാതെ അവർ വിഴുങ്ങിക്കൊള്ളും. ചരിത്രകാരനായ അശോക് കുമാർ പാണ്ഡെ ഇതിനെ കളിയാക്കിക്കൊണ്ട് ഈ ജയ്പൂർ ഡയലോഗ്സ് എന്ന സംഖ്യയോട് ചോദിച്ചത് ഇങ്ങനെയാണ്: എന്താണ് സഹോദര ഇങ്ങനെ? കോൺഗ്രസിന്റെ ആളുകളോട് ഈ പരസ്യത്തിന് ചെലവഴിച്ച തുക തിരിച്ചു വാങ്ങാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അദാനി ഇതിന് പണം നൽകാൻ വിസമ്മതിച്ചോ? അമേരിക്കയിൽ നിന്നും ട്രംപിൽ നിന്നും വലിയ അപമാനമാണ് മോദി നേരിട്ടത്. അതുപോലെ ഇന്ത്യക്ക് വ്യാപാര രംഗത്ത് വലിയ തിരിച്ചടിയുമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം പോലും ഈ മന്ദഭക്തർക്ക്, ഇതുപോലെ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്ന രാജ്യദ്രോഹികൾ നൽകുകയില്ല. എങ്ങനെയാണ് തലച്ചോറില്ലാത്ത ഇന്ത്യയിലെ ജനങ്ങളെ ഇവർ വഴിതെറ്റിക്കുന്നത് എന്നും ബ്രെയിൻ വാഷ് ചെയ്യുന്നത് എന്നുമുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഇത്. ഇങ്ങനെയുള്ള 100 കണക്കിന് മെസ്സേജുകൾ മാത്രമാണ് ദിനം പ്രതി ഇവരുടെ വാട്സാപ്പ് പേജുകളിലേക്ക് എത്തുന്നത്. ഇത് കണ്ട് ഇതെല്ലാം ശരിയാണ് എന്ന് വെള്ളം തൊടാതെ അവർ വിഴുങ്ങി വിശ്വസിക്കും. അങ്ങനെ ഒരു ജനതയെ മൊത്തം
മണ്ടന്മാരാക്കി തങ്ങളുടെ കീശ നിറയ്ക്കും.